തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? ജീവാപായം വരെ സംഭവിക്കേണ്ടതായിരുന്നു. നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ജീവാപായം ഒന്ന് കേട്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇനി തിരിച്ചും ചിന്തിക്കാം. ദേവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ പരിഹാരം ചെയ്താലും നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളായി ഈ ജാതകദോഷം. ഏത് നിമിഷവും അത് പൊട്ടി വീഴും. ഇങ്ങനെ വിധിയെയും പേടിച്ച് എത്ര കാലം കഴിയും? 2 മുറികളിലായി ജീവിച്ചു തീർക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? അല്ല, നിങ്ങൾ 2 പേരും 2 വ്യത്യസ്ത ജീവിതങ്ങൾ തിരഞ്ഞെടുക്കണം. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം. ഞാൻ പറയുന്നത് അമ്മേ പ്ലീസ്, ഒന്നാമത് സമാധാനം ഒട്ടും ഇല്ലാതിരിക്കുക. അതിനിടയിൽ അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കരുതേ. ഇപ്പോഴത്തെ ഈ വിഷമം താൽക്കാലിക വിഷമോ? അത് കുറെ കഴിയുമ്പോൾ അങ്ങ് മാറും. പക്ഷെ നിങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുഃഖവും, അതേക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിനക്ക് അവളോട് സ്നേഹമുണ്ടെങ്കിൽ, അവളുടെ ദീർഘായുസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. അവളോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ദേഷ്യം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പക്ഷെ ഇന്ന് തിരുമേനി പറഞ്ഞതൊക്കെ കേട്ടപ്പോ അവളോട് ഒരല്പം സഹതാപം തോന്നുന്നു. 3-4 ദിവസം കഴിയട്ടെ, അവളോട് ഞാൻ സംസാരിക്കാം. ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തായാലും നീ ഇപ്പോഴേ മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുത്തു തുടങ്ങിക്കോ. നിങ്ങൾ 2 പേരും കൊച്ചു പിള്ളേരാ. ഒരുപാട് ജീവിതം ബാക്കി കിടക്കുക, അത് മറക്കരുത്. പിന്നെ ഭാര്യയും ഭർത്താവും പിരിയുന്നത് ഇക്കാലത്ത് ഒരു വാർത്തയോ സംഭവമൊന്നുമല്ല. ലിവിങ് ടുഗദർ, ബ്രേക്കപ്പ്, ഡിവോഴ്സ്, ഇതൊക്കെ സാധാരണ വാക്കുകളായി കഴിഞ്ഞു. ഇതെന്റെ എക്സ് ആണെന്നൊക്കെ ഓരോരുത്തരും ഒട്ടും മടിയില്ലാതെയാ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആളുകൾ എന്തു പറയുമെന്നൊക്കെ ആലോചിച്ച് വിഷമിക്കണ്ട. ദേവികയ്ക്കൊരു വലിയ തുക കൊടുക്കാം. നല്ലൊരു വിവാഹവും കണ്ടുപിടിച്ചു കൊടുക്കാം. നമുക്കൊരു കുറ്റബോധം വരാൻ പാടില്ലല്ലോ. ഏതായാലും നീ സമാധാനമായിട്ടിരിക്കെ. പൗർണമി ദിവസം നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നമ്മുടെ കുടുംബത്തിനെ ആകെ ഒരു കറുത്ത നിഴല് മൂടിയിരുന്നു. ഇപ്പൊ ആ നിഴല് മാഞ്ഞു തുടങ്ങുന്നു. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. എന്റെ മോൻ വിഷമിക്കരുത്, അതേ പറയാനുള്ളൂ. സമാധാനമായിട്ട് അമ്മ പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്ക്.
അകത്ത് ഞാൻ നന്ദനുമായിട്ട് സംസാരിക്കുന്നത് നീ കേട്ടിരുന്നോ? കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായി. അവിടെ പറഞ്ഞതൊക്കെ നിന്നോടും ആവർത്തിക്കണ്ടല്ലോ. വേണ്ട. തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോടെ വേണം ചെയ്യാൻ. അറിയാം. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും നന്ദനിൽ നിന്ന് അകന്നു തന്നെ നിൽക്കണം. നിന്റെ വിഷമം മനസ്സിലാവും. പക്ഷേ സെന്റിമെന്റ്സിനല്ല, യാഥാർത്ഥ്യങ്ങൾക്കാണ് എന്റെ ആദ്യ പരിഗണന. ജീവൻ നഷ്ടപ്പെട്ടാലുള്ള വിഷമത്തിന്റെ അത്ര വരില്ലല്ലോ മറ്റൊരു വിഷമവും. ഒരാള് തകർന്നു നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും പാടില്ല. അത് ശരിയല്ല. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആശുപത്രിയിൽ വെച്ച് നീ എന്നെ വെല്ലുവിളിച്ചു നിന്റെ താലി പൊട്ടിക്കാൻ. ഇപ്പതാ എനിക്ക് വേണ്ടി ഈശ്വരനത് നടത്താൻ പോവാ. ഇല്ല. പിരിഞ്ഞു താമസിക്കോ, ഇനി നന്ദു വിവാഹമോചനം നടത്തി എന്നെ പറഞ്ഞു വിടുകയോ ഒക്കെ ചെയ്തുന്നിരിക്കും. പക്ഷെ എന്റെ കഴുത്തിലെ ഈ താലിമാല അതിവിടെ തന്നെ കാണും. തിരുമേനി പറഞ്ഞ പൂജകളൊക്കെ ഞാൻ കൃത്യമായി തന്നെ ചെയ്യും. നിഷ്ഠകളിലൊന്നും ഒരു വീഴ്ചയും വരുത്തില്ല. ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോന്ന് ആന്റി സംശയിക്കോ പരിശോധിക്കോ ഒന്നും വേണ്ട. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ വാക്കുകൾ ഞാൻ പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞു. വ്രതം കൃത്യമായിട്ട് നടക്കും. അതെന്റെ ആവശ്യമാണ്. ഞാനത് ചെയ്യും. ബാക്കി എന്താണെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ. എത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ വാക്കുകളിലെ മൂർച്ച കുറയ്ക്കാറായിട്ടില്ല അല്ലേ? എന്റെ വാക്കുകൾക്ക് മൂർച്ച തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ മൂർച്ച ആന്റി. ആന്റി, ഒരു കാര്യം കൂടി. ജാതകം തിരുത്തുന്നത് പോലുള്ള കാര്യങ്ങൾ എന്റെ വീട്ടിൽ ആരും ചെയ്യാറില്ല. ആന്റി അങ്ങനെയൊന്നും സംശയിക്കണ്ട. അതിന് മാത്രമുള്ള ദുഷ്ട മനസ്സ് ഞങ്ങളുടെ വീട്ടിൽ ആർക്കുമില്ല. ഞാനും നന്ദനും സംസാരിക്കുന്നത് നീ ഒളിച്ചു നിന്ന് കേട്ടല്ലേ? ഞാൻ ഒളിഞ്ഞു നിന്നതല്ല. ഷീറ്റും തലേണ എടുക്കാൻ വന്നപ്പോ സംസാരിക്കുന്നത് കേട്ടതാ. നോക്ക്, നിന്നോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഒരു വലിയ സന്യാസിയാ കാര്യങ്ങളൊക്കെ അറിയിച്ചു തന്നത്. നമ്മളെല്ലാവരും അത് കേൾക്കുകയും ചെയ്തു. ഇനി അതനുസരിച്ച് മുന്നോട്ടു പോവുക. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് അതാണ്. പിന്നെ എന്റെ മകന്റെ ജീവൻ സംരക്ഷിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വം. ദേവി, താനിന്ന് ഇവിടെ കിടക്കാൻ ഉദ്ദേശം? താഴെ എവിടെയെങ്കിലും കിടന്നോളാം. ദേവി, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറഞ്ഞ് എന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റരുത്. പൗർണമി വരെ തിരുമേനി പറഞ്ഞ പോലെ തന്നെ ജീവിക്കണം. ഞാൻ ആ ഷീറ്റും തലാണെന്ന് എടുത്തോട്ടെ. വേണ്ട, നമ്മൾ രണ്ടാളും ഒരേ സമയം ഒരു മുറിയിൽ നിൽക്കാൻ പാടില്ല. ഈശ്വരനെ വിശ്വസിപ്പിക്കാം, പക്ഷെ ചില മനുഷ്യരെ കൂടി വിശ്വസിപ്പിക്കണമല്ലോ.
ദയവ് ചെയ്ത് അകത്തേക്ക് വരരുത്. ദേവി, താൻ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് പഴയതുപോലെ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന്, അല്ലേ? പുതിയ ജീവിതം തുടങ്ങാമെന്ന് തീരുമാനിച്ച് ഈ വീട്ടിലെത്തിയത് മുതൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഓരോ വിഷമങ്ങൾ. ഇതിപ്പോ എന്നെ സംബന്ധിച്ച ഒരു വിഷമമല്ല. ജാതകം പരിശോധിച്ചപ്പോ കണ്ട ദോഷങ്ങളല്ലേ, അത് പരിഹരിക്കാനുള്ള വ്രതത്തിന്റെ ഭാഗമല്ലേ ഇതൊക്കെ. ഞാൻ സന്തോഷത്തോടെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. സത്യം പറ, സന്തോഷം തന്നെയാണോ ദേവിക്ക്? തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയല്ലേ അല്ല, എനിക്ക് സന്തോഷാണ്. നന്ദു ചോദിച്ച ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നന്ദു മനസ്സുകൊണ്ട് വിഷമിക്കല്ലേ, നമ്മുടെ അവസ്ഥ വെച്ചിട്ടല്ല. തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എന്നെ വിവാഹം കഴിച്ചതാലോചിച്ച് നന്ദു വിഷമിക്കല്ലേ? വേണ്ടായിരുന്നു തോന്നൂല്ലേ? ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു പോലും. ആന്റി കുറച്ചു നേരത്തെ എന്നോട് പറഞ്ഞു, സെന്റിമെന്റ്സ് അല്ല യാഥാർത്ഥ്യങ്ങളാ ആന്റി പരിഗണിക്കുന്നതെന്ന്. ആന്റി പറയുന്നത് നേരെ. ജീവന് തന്നെ ആപത്തെന്നൊക്കെയല്ലേ തിരുമേനി പറഞ്ഞത്. മറ്റാരും പറയുന്ന പോലെയല്ല ബ്രഹ്മദത്തൻ തിരുമേനി പറയുന്നത്. സത്യമായ കാര്യങ്ങളെ പറയൂ. അപ്പോ യാഥാർത്ഥ്യത്തോടെ തന്നെ അതിനെ കാണണം. ദേവി ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ആന്റി നന്ദനോട് പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഇന്നലെ പറഞ്ഞതുപോലെ നിസ്സാരമായിട്ട് എടുക്കരുത്. ആന്റി ഇപ്പൊ പറയുന്നത് ഭാവിയൊക്കെ ഗണിച്ച് ഒരു വലിയ ആചാര്യനും കൂടി പറഞ്ഞതാ. ഓഹോ, അപ്പൊ അമ്മ പറഞ്ഞതുപോലെയൊക്കെ അങ്ങ് ചെയ്തേക്കാന്നോ? ശരി, അങ്ങനെയാണെങ്കിൽ പൗർണമി കഴിയട്ടെ, നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചന ചെയ്യാം. എനിക്കറിയാം നിന്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും. പിന്നെ പെട്ടെന്നിങ്ങനെ ഒറ്റപ്പെടൽ പോലെ വന്നതിന്റെ പ്രയാസം കാരണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആശുപത്രിയിലും വീട്ടിലുമായിട്ടായിരുന്നു. ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി എന്ന് തീരുമാനിച്ചിരുന്നു. പൂജ കഴിഞ്ഞ് തിരുമേനി പോയി കഴിഞ്ഞാ നമ്മൾ പുതിയൊരു ലൈഫ് തുടങ്ങുമെന്ന് കരുതി. പക്ഷെ അപ്പോ ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മൾ ഒന്നിക്കാൻ പാടില്ലെന്ന്. ചുമ്മാ ഈശ്വരനെന്ന് പിടിച്ച് ഇതിന്റെ ഇടയിൽ കൊണ്ടിടണ്ട. ഏതായാലും ഇങ്ങനെ സംസാരിച്ചെന്നാ നമ്മൾ ഓരോരുത്തരും എത്തില്ല. ദേവി എന്തായാലും വ്രതം എടുക്കാൻ ഉറച്ചു നിൽക്കല്ലേ. അത് നടക്കട്ടെ. നന്ദു, ഞാൻ ആന്റിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മരിക്കുന്നത് വരെ ഈ താലിമാല എന്റെ കഴുത്തിൽ ഉണ്ടാവുമെന്ന്.
മാധവേട്ടാ, 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 ഇത് ഏത് ലോകത്താ? ഞാൻ ശാരിയും വീട് മുഴുവൻ തിരക്കി. ഇതെന്താലോചിച്ചിരിക്കുക? ഞാൻ എൻ്റെ പഴയ കാലവും എൻ്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അന്ന് ചെയ്തു കൂട്ടിയതിൻ്റെ ആവും എൻ്റെ മക്കളും നീയും അനുഭവിക്കുന്നത്. എല്ലാം നേരെയാവും. അമ്മേ, അച്ഛനെ കണ്ടോ? ആ, ദാ ഇവിടെ ഉണ്ട് മോളെ. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട എത്ര സ്വത്തും പണമാ ഞാൻ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഇനി അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇണക്കുരീവൾ ഇവിടെ ശൃംഗരിച്ചിരിക്കുവാണോ? ഒന്ന് പോടി അവിടുന്ന്. അച്ഛ, വന്നാലുടനെ അച്ഛൻ പറയാന്ന് പറഞ്ഞല്ലോ. ആരെ കാണാനാ പോയെന്ന് പറഞ്ഞേ. അതറിയാനാ ഞാൻ തിരക്കി നടന്നത്. പറ, ആരാ ദിവ്യൻ? വാക്ക് തന്നാ പാലിക്ക്. ആരെ കാണാനാ പോയെന്ന് പറ. കാർത്തികേയനെ കാണാൻ. കാർത്തികേയനെ കാണാൻ പോയെന്നോ? ഈശ്വര. അതെ, ഞാൻ അവനെ ജയിലിൽ ചെന്ന് കണ്ടു. എന്തിനാ അങ്ങോട്ട് പോയത്? ആ ദുഷ്ടനെ എന്തിനാ ചെന്ന് കണ്ടത്? അണഞ്ഞു കിടക്കുന്നതിനെ വീണ്ടും തീ കൊടുത്ത നോക്കുകയാണോ? ചതിയാണല്ലോ കാണിച്ചത്. അയാളെ കാണാൻ അച്ഛൻ ഒരിക്കലും പോകരുതായിരുന്നു. ചേച്ചിയോട് തീർത്താൽ തീരാത്ത പകയുണ്ട് അയാൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ ചെന്ന് കണ്ടത്. രാധികെ, നമ്മുടെ മോൾക്ക് വേണ്ടി ഞാൻ അയാളോട് ക്ഷമ ചോദിച്ചു. ദേഷ്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കരുതെന്നും എൻ്റെ ഭാര്യയും മക്കളെയും വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. സത്യത്തിൽ കുറേ ദിവസമായിട്ട് മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു. നമ്മുടെ ദേവിക്കൊരു അപകടം വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാ തിരുമേനിയുടെ ആശ്രമത്തിൽ പോകുന്നത് ഞാനൊരു ശീലമാക്കിയത്. ദേവിക്കെതിരെ ഒരുപാട് ശത്രുക്കളുണ്ടാവുമെന്ന് ചില തോന്നലുകൾ മനസ്സിലുണ്ടായി. നന്ദന മോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചെങ്കിലും ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്നുണ്ടായിരുന്നു, മാധവ, നിന്റെ മോളുടെ ജീവിതം താറുമാറാകാൻ പോകുന്നുവെന്ന്. ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്കിതൊന്ന് കേൾക്കാൻ വയ്യ. ഒന്നാമതേ ഇന്ന് ആദ്യ കയറി നിൽക്കുക. ആ തിരുമേനി പറഞ്ഞ പൂജകൾ കഴിയുമ്പോഴെങ്കിലും എന്റെ മോളുടെ കഷ്ടപ്പാടുകൾ മാറിയാ മതിയായിരുന്നു. മാറും. ബ്രഹ്മദത്തൻ തിരുമേനിക്ക് തെറ്റില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കും. എന്തൊക്കെ പൂജ ചെയ്താലും ആ പ്രഭാവതി അമ്മ ചേച്ചിക്ക് സമാധാനം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് നല്ല ദൈവഭയമുള്ള സ്ത്രീയാ. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ആശ്രമത്തിൽ പോകവേ അവരെ അവിടെ വെച്ച് കണ്ടു ഞാൻ. നന്ദന്റെ അമ്മ എവിടെ വെച്ച് കണ്ടുവന്നോ? കണ്ടു. ചെറിയൊരു തർക്കവും നടന്നു. എന്ത് തർക്കം നടന്നു? മനുഷ്യ മനസ്സറിയാത്തവർ നിസ്സാര കാര്യങ്ങൾക്ക് ഒച്ചപ്പാടുണ്ടാക്കും. അതുപോലെ ഞാൻ ഈ തർക്കത്തെ കാണുന്നുള്ളൂ. വില കൊടുക്കണ്ട. ഈശ്വര, എല്ലാം കൂടി എനിക്കെന്തോ പേടി തോന്നുക. കാർത്തികേയനെ കണ്ടത് കുറേ ദിവസമായി. മാധവേട്ടന്റെ മനസ്സിലെ തോന്നലുകള്. എന്റെ ഈശ്വര, ആപത്തൊന്നും വരത്തില്ലേ? അച്ഛനാ കാർത്തികേയനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല മോളെ. ചതിയനാ. എങ്ങനെയാ നമ്മളെ കണ്ടുപിടിക്കും?
നമ്മൾ ജയിലിലാക്കേണ്ട പകയും അയാൾക്കുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. എന്തായാലും അച്ഛൻ അയാളെ കാണാൻ പോകരുതായിരുന്നു. അവൾക്ക് എന്നോട് ദേഷ്യമായിട്ടുണ്ടാവും അല്ലേ? പക്ഷേ എൻ്റെ മക്കളെ വെറുതെ വിടണമെന്ന് യാചിക്കാനാണ് ഞാൻ അയാളെ കാണാൻ പോയത്. മാധവേട്ടൻ വാ, ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട.